ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലെ റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ജപ്പാന്റെ എതിരാളികൾ ബ്രസീലാണ്. വരുന്ന തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം 10:30 ആ മത്സരം നടക്കുക. ബ്രസീലിനെ മറികടക്കുക എന്ന വലിയ ഒരു വെല്ലുവിളിയാണ് ജപ്പാന്റെ മുന്നിലുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ജാപ്പനീസ് സൂപ്പർ താരമായ ടകഫുസ കുബോ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. അതായത് വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരം മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. നെതർലൻഡ്സിനെതിരെയുള്ള മത്സരത്തിൽ 75 മിനിറ്റ് അദ്ദേഹം കളിച്ചു. പിന്നീടാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. അദ്ദേഹത്തിന്റെ ഇടത് കാൽമുട്ടിനാണ് പ്രശ്നങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന 2 മത്സരങ്ങൾ കളിക്കാൻ കുബോക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇനി ജപ്പാനെ കാത്തിരിക്കുന്നത് ജീവൻ മരണ പോരാട്ടമാണ്. ആ മത്സരത്തിന് എങ്ങനെയെങ്കിലും ഈ താരത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് ജപ്പാൻ ഉള്ളത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കുബോ തിരിച്ചെത്തിയാൽ അത് വലിയ ഒരു മുതൽക്കൂട്ടാവും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പരിക്കിൽ നിന്നും അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് റിക്കവർ ആക്കിക്കൊണ്ട് ആ മത്സരത്തിന് തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യമാണ് ജപ്പാൻ ഇപ്പോൾ ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളും കുബോ ഇപ്പോൾ കളിച്ചിട്ടില്ല. നമുക്കറിയാം, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് കളിക്കുന്ന താരമാണ് കുബോ. അതുപോലെ തന്നെ റൈറ്റ് വിങ്ങർ ആയിക്കൊണ്ടും അതുപോലെ തന്നെ റൈറ്റ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും ഒക്കെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ലാലിഗയിലെ റയൽ സോസിഡാഡിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ 2 ഗോളുകളും 4 അസിസ്റ്റുകളും കുബോ നേടിയിട്ടുണ്ട്. ജപ്പാന്റെ വളരെ പ്രധാനപ്പെട്ട താരമാണ് കുബോ. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരാനാണ് ജപ്പാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ട് കാണാം.